നമസ്കാരം. എനിക്കിന്ന് സംസാരിക്കാനുള്ളത് അഫ്സലിനോടാണ്. കുറെ നാളുകളായി നിനക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണെന്ന് നമുക്കറിയാം അല്ലേ? എല്ലാവർക്കും മനസ്സിലാവും, നിനക്ക് ഉറക്കം കാണത്തില്ല. ഇന്നത്തെ ദിവസം അതിനേക്കാളും ദുഷ്കരം പിടിച്ച ഒരു ദിനമായിരിക്കും. ഇന്ന് നിനക്ക് ഒട്ടും ഉറങ്ങാൻ സാധിക്കില്ല. കാരണം ഇന്ന് ലോകത്തോട് അവൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, അവൾക്ക് നിന്നെ വേണ്ട. ജാസ്മിന് അഫ്സൽ എന്ന് പറയുന്ന പയ്യനെ വേണ്ട, നിന്നെ മറന്നു കഴിഞ്ഞു അവള്. മനസ്സിലായോ? നീ ഒരു വേസ്റ്റ് ആണ് ഇപ്പൊ അവളെ ഫ്രണ്ടില്. നീ വെറും വേസ്റ്റഡാ, നീ വെറും വേസ്റ്റ്. നിന്റെ ഇത്രയും കാലത്തെ പ്രണയം അവൾക്ക് തട്ടിക്കളഞ്ഞു, അവള് തൂത്തെറിഞ്ഞു. നീ എന്ന് പറയുന്ന സാധനത്തെ അവള് തൂത്തെറിഞ്ഞു. ഇന്ന് അവള് നിന്നെ ഓർക്കുന്ന പോലുമില്ല. നിന്നെ ഒരു നിമിഷമെങ്കിലും ഓർത്തിരുന്നെങ്കിൽ ഇന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ച് അവൾ അങ്ങനെ പറയത്തില്ലായിരുന്നു. എന്റെ മനസ്സിൽ പ്രണയമുണ്ട്, അവരുടെ ഈ പറയുന്ന നാളെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആ പ്രണയം തുറന്നു പറയാത്തത് എന്ന്. ഇനിയും നിനക്ക് മനസ്സിലായില്ലല്ലേ? ഇനിയും നിനക്ക് തികഞ്ഞില്ല അല്ലേ? ഇനി എന്ത് പറയണം? അതായത് എന്റെ മനസ്സിൽ ഒരു തരി പോലും സ്നേഹം നിന്റെ അടുത്ത് ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇല്ല എന്നുള്ളത് മാത്രമല്ല, മുമ്പും ഇല്ലായിരുന്നു. അതൊക്കെ കപടമായിരുന്നു, കപട പ്രണയമായിരുന്നു നിന്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു 7 മാസം കൊണ്ട് ഞാൻ നിന്റേതാണെന്നൊരു 100 വട്ടം നിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ കപടമായിരുന്നു, അതെല്ലാം കള്ളമായിരുന്നു, പച്ചക്കള്ളം. നിന്നെയിട്ട് ഈ പറഞ്ഞതുപോലെ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കായിരുന്നു. അങ്ങോട്ട് തട്ട കൊച്ചുരാമ, ഇങ്ങോട്ട് ചാടറ കൊച്ചുരാമ എന്ന് പറയും. ചൊക്കനെ കുരങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിപ്പിക്കില്ലേ, അതുപോലെ ചാടി കളിപ്പിക്കുകയായിരുന്നു തന്നെ. നിന്റെ അവൾക്ക് വേണ്ടടാ, അവള് നിന്നെ മറന്നു. അവളുടെ മനസ്സിന്റെ ഒരു കോണിൽ പോലും ഇപ്പൊ നീ ഇല്ല, നീ തീർന്നു. ഇനി നിന്നെ തള്ളിപ്പറയുന്ന ദിവസം വിദൂരമല്ല. എഴുതി വെച്ചോ നീ, ഇനി നിന്നെ തള്ളിപ്പറയുന്ന ദിവസം വിദൂരമല്ല. ജാസ്മിൻ നിന്നെ ഈ പറയുന്ന ലോകത്തിന് മുന്നിലിട്ട് നിന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം വരും. ഓൾറെഡി അവൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. കാരണം എന്താണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ട് ഈ പറയുന്ന പോലെ എന്താണ്, ഈ പെണ്ണ് കാണൽ ചടങ്ങ് മാത്രമേ നടന്നിട്ടുള്ളൂ, അല്ലാതെ ഞാനും അവനുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൾ അതും പറയും, തള്ളിപ്പറയും. അവൻ നിന്നെ ഇനി എന്തൊക്കെ രീതിയിൽ ചെയ്തോപതം ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൾ ചെയ്യും. നിന്നെ അവൾ മറന്നു, നിന്നെ അവൾ സ്നേഹിച്ചിട്ടേ ഇല്ലായിരുന്നു. ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞോ? ഇതാണ് ജാസ്മിൻ. ഇതാണ് ജാസ്മിൻ. തന്റെ മനസ്സ് ഒരുവന് കൊടുത്തിട്ട് പോയിട്ട്, ഞാൻ വരുന്നു, നീ കാത്തിരുന്നോ, 2 മാസത്തിനുള്ളില് ഞാൻ ഇവിടെ കപ്പുമടിച്ചുകൊണ്ട് തിരിച്ചു വരും പ്രാണനാഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ബിഗ് ബോക്സിലേക്ക് വന്നിട്ട് അവിടെ കണ്ട ഒരു മൊഞ്ചനോട് കൂടി അവളുടെ പ്രണയം അവളെ പ്രണയിച്ചുല്ലസിക്കുകയാണ്. അവൾ ആർത്തുല്ലസിക്കുകയാണ്. നിന്നെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. നിനക്കെന്താണ് വേദന? നിന്റെ വേദനയെക്കുറിച്ച് അവൾക്ക് ഒരു ചിന്തയില്ലടാ. അവൾക്ക് ചിന്ത ഗബ്രിയുടെ വേദനയെ കുറിച്ചാണ്. 30 ദിവസം കൊണ്ട് കണ്ട ഗബ്രിയെ കുറിച്ചാണ് അവൾ ഇപ്പൊ ചിന്തിക്കുന്നത്. അവളുടെ വേദനയും ചിന്തയും പരിഭവവും എല്ലാം ഗബ്രിയെ കുറിച്ച് മാത്രമാണ്. ഗബ്രി ഒറ്റപ്പെടുന്നു, അതിനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ അവളെ ചിന്ത. ഗബ്രിയെ എല്ലാരും കൂടി ഒറ്റപ്പെടുത്തുന്നു, ഗബ്രിയെ വഴക്ക് പറയുന്നു, അല്ലാതെ നിനക്കെന്ത് സംഭവിക്കുന്നു? ഒരു ചിന്തയുമില്ല. നിന്റെ മനസ്സിൽ എന്താണ് ഓടുന്നത് ചിന്തിക്കുന്നില്ല. നീ എന്താണ് അനുഭവിക്കുന്നത് നെവർ ചിന്തിക്കുന്നില്ല. അവളുടെ ചിന്ത മുഴുവനും ഗബ്രി എന്ന് പറയുന്ന ആ മനുഷ്യനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. നീ അവിടെ വേസ്റ്റ്, നീ വെറും വേസ്റ്റ്. ഇത്രകാലം നീ അവിടെ നിന്നത് നിന്നെ ഒരു കുരങ്ങനെ പോലെ അവളെ തട്ടിക്കളിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? ഇത്രയും കോടാനുകോടി ജനങ്ങളുടെ മുന്നിൽ വെച്ച്, കോടാനുകോടി ഇല്ലെങ്കിൽ ലക്ഷങ്ങൾ വരട്ടടാ, അവരുടെ മുന്നിൽ വെച്ച് പറയാതെ പറഞ്ഞു. ആര്? അഫ്സലോ? അതാര്? അങ്ങനെ ഒരാളുണ്ടോ ഭൂമിയിൽ? അങ്ങനെ ഒരാളുണ്ടോ? ശരിയാണ്, 7 മാസം പ്രണയമായിരുന്നു. എന്ത് പ്രണയം, ഏത് പ്രണയം? നമ്മളൊരു കവി അങ്ങനെ പേര് മറന്ന് അങ്ങനെ പറയുന്ന ഒരു വരികളുണ്ട്, പ്രണയം ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവൂ എന്നുള്ളത്. ഇത് പല പ്രാവശ്യം പ്രണയം, കാണുന്നവരോടെല്ലാരും പ്രണയം, എല്ലാരിടത്തും പ്രണയം. നിന്റെ കാര്യം ആലോചിക്കുമ്പോ സങ്കടമുണ്ട്, അതിൽ പരം ദേഷ്യവുമുണ്ട്. കാരണം
ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ ഈ എപ്പിസോഡ് കഴിയുന്നതിന് 1 മണിക്കൂർ മുമ്പ് വരെ അവളെ എങ്ങനെയെങ്കിലും ആ ദുരിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയും അതിന് ശ്രമിക്കുകയും കൂടി ചെയ്ത വ്യക്തിയാണ്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ട് പോലും ക്ഷമിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയും കൂടിയാണ് നീ എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നിട്ടും അവൾക്ക് നിന്നെ വേണ്ടടാ, അവൾക്ക് നിന്നെ വേണ്ട. അവൾക്ക് നിന്നോട് ഒരു തരി പോലും സ്നേഹമില്ല, ഒരു കൺസേൺ ഇവിടെ നിന്നെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നേയില്ല, ഒരു നിമിഷം പോലും ചിന്തിക്കുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ തള്ളിപ്പറയുന്ന ദിവസവും ഇനി വിദൂരമല്ല. അവള് ഗബ്രിക്ക് വേണ്ടി ആരെയും തള്ളിപ്പറയും. ഓൾറെഡി അവളെ അച്ഛനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. അങ്ങേര് കാരണമാണ് എന്റെ ഗെയിം നഷ്ടപ്പെട്ടത് എന്ന് തള്ളിപ്പറഞ്ഞു. ആ തന്ത കാരണമാണ് എന്നവള് പറഞ്ഞു കഴിഞ്ഞു. ഇനിയുള്ളത് നീയാണ്. നീ ഇനിയും കാത്തിരുന്നോ? ഇനിയും കാത്തിരുന്നു. നിനക്ക് ഇപ്പോഴും തൃപ്തി ആയിട്ടില്ലെങ്കിൽ, നിനക്ക് ഇപ്പോഴും തൃപ്തി വന്നിട്ടില്ല എന്നെങ്കിൽ നീ ഇനിയും കാത്തിരുന്നു. നിനക്ക് ഇനിയും കിട്ടും അടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും. കാരണം ഇതുപോലെ ഒരു സ്ത്രീജന്മത്തെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിഞ്ഞൂടാ. ഇന്ന് ലാലേട്ടന്റെ ഫ്രണ്ടിൽ വളരെ ഇതായിട്ട് അവൾ എഴുന്നേറ്റ് പറയണു, എന്റെ ഉള്ളിൽ പ്രണയമുണ്ട്. ഗബ്രി ചേട്ടന്റെ ഗബ്രി ഇക്കേര് എന്റെ ഉള്ളിൽ പൊട്ടി നിൽക്കുന്ന പ്രണയമാണ്. അവിടെ അഫ്സലില്ല. അഫ്സൽ എന്ന് പറയുന്ന സാധനമില്ല. അഫ്സലൊക്കെ എന്നേ പോയി, മാസങ്ങൾക്ക് മുമ്പേ അഫ്സൽ കഴിഞ്ഞു. ഇനി അഫ്സൽ എങ്ങനെയെങ്കിലും വന്നിത്തിരി നീ വേണ്ടടി പോ എന്ന് പറയാൻ വേണ്ടി കാത്തിരിക്കുന്ന ജാസ്മിനാണ്. ജാസ്മിനെ വെള്ള പൂശുന്ന കുറേ എണ്ണം വരും. ജാസ്മിന്റെ മുതലക്കണ്ണീര് കണ്ട് അവൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന കുറേ എണ്ണം വരും. ഇപ്പൊ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്, നീ ഗബ്രിയെ കെട്ട്. നിങ്ങൾ രണ്ടുപേരാണ് പരസ്പരം അറിഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ക്യാമ്പയിനാണ് നടക്കുന്നത്. ഇപ്പോഴും ഒരുപാട് മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. ഗബ്രിയും ജാസ്മിനുമാണ് തമ്മിൽ കെട്ടാനുള്ളത്, തമ്മിൽ കല്യാണം കഴിക്കുക. അവരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. 1 മാസം കൊണ്ട് അവർ മെയ്ഡ് ഫോർ ഈച്ച് അതർ ആയി. ഒരു 7-8 മാസം കൊണ്ട് കൂടെ നടക്കുന്നവൻ ഒന്നും ഒരു മാറ്ററേ അല്ല. ഇപ്പൊ അവർക്ക് ഗബ്രിയുമായിട്ട് കല്യാണം കഴിച്ചു. അഫ്സല് ആർക്കറിയാം നിന്നെ ഒരു പട്ടികൾക്ക് പറഞ്ഞൂടാ. ഈ അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെ ഒരു പട്ടികൾക്ക് പറയത്തില്ല. നീ ഇവിടെ മാറ്ററില്ല. നീ ചിലപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ടാവാം, ഒരുപാട് സഹായിച്ചിട്ടുണ്ടാവാം. ബിഗ് ബോസിൽ വരാൻ വേണ്ടിയിട്ട് നീ തന്നെയായിരിക്കാം ഏറ്റവും കൂടുതൽ അവളെ കൈത്താങ്ങാട്ടുന്നത്. അവളുടെ കുടുംബം എതിർത്തപ്പോഴും നീ ആയിരിക്കാം അവൾക്ക് വേണ്ടുന്നത്. അവൾക്ക് വേണ്ടി ഡ്രസ്സ് പാക്കേജ് ചെയ്യുന്നു, ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു, എല്ലാം ചെയ്ത് നീ ആയിരിക്കാം. പക്ഷെ ഇപ്പോ അവൾക്ക് നിന്നെ വേണ്ട. ക്ലിയർ ആയോ? അവൾക്ക് നിന്നെ വേണ്ട. നിന്നെ ചവിട്ടി എറിഞ്ഞു അവൾ. നിന്നെ പുറങ്കാല് മടക്കി തട്ടി എറിഞ്ഞു അവൾ. നിനക്ക് ഇതേയാണ് വിധി. നീ ഇനിയും അവളെ ആലോചിച്ച് മോങ്ങിക്കൊണ്ടിരുന്നോ? നീ മോങ്ങിക്കൊണ്ടിരുന്നോ? ഒരു സൈഡിൽ ഇരുന്ന് മോങ്ങിക്കൊണ്ടിരുന്നോ? ഇനിയും അവളെ എങ്ങനെയെങ്കിലും ആ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയുള്ള പ്ലാനുകൾ ചെയ്യും. ബിഗ് ബോസിൽ വിളി, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറ. ലോകത്ത് വേറെ ഒരു പെണ്ണ്, ജാസ്മിൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. നീ അവൾക്ക് വേണ്ടി ഇനിയും കാത്തിരുന്നോ? അവള് വീണ്ടും പറയുന്നു, നിന്നെ തള്ളി പറയുന്ന ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് നീ എണ്ണിയിരുന്നോ എന്നാണ് നിന്നെ തള്ളി പറയുന്നതെന്ന്. അപ്പൊ ഒരിക്കൽ കൂടി പറയുന്നു, എന്റെ പൊന്നഫ്സലെ, ഒരുപാട് പെണ്ണ് നീ കളഞ്ഞിട്ട് നീ പോ, നിന്റെ വഴിക്ക് നീ പോ. നീ എന്റെ ആരുമല്ല, നീ എന്റെ ആരുമേ അല്ല. മനസ്സിലായി? എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നീ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട്. പക്ഷേ നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നിന്നെ കൂടെ ഒരു ഉപദേശം തരാം. വിട്ടുപിടി എണ്ണ, നിന്റെ ജീവിതം കോഞ്ഞാറ്റായി പോവും. ഇമാതിരി ചവിട്ടി എറിയുന്ന ഒരു സാധനത്തിന്റെ കൂടെയാണ് നീ ജീവിക്കുന്നതെങ്കിൽ തീർന്ന്. ഒരു ഉപദേശമായി കണക്കാക്കിയാൽ മതി. ഗബ്രിക്ക് ജാസ്മിന് മറ്റാരെയും വേണ്ട. ഇപ്പോ ജാസ്മിന് ഈ പറയുന്ന കുടുംബത്തെ വേണ്ട, ജനിപ്പിച്ച തന്തേനെ തള്ളേനെയും വേണ്ട, കാമുകനെ വേണ്ട, ഒന്നും വേണ്ട. ഇപ്പൊ ഗബ്രി മാത്രം മതി. എത്ര നാളത്തേക്കെന്ന് അറിയത്തില്ല. അവിടെയെങ്കിലും നീ സിൻസിയറായിട്ട് നില്ലേ ജാസ്മിനെ? അതിനെയെങ്കിലും സിൻസിയറായിട്ട് നില്ലേ? എനിക്കൊരു പ്രതീക്ഷയുമില്ല. ഇവിടെ ഇറങ്ങുമ്പോ അടുത്ത മേച്ചിൽ പുറം തേഞ്ഞ് അവളങ്ങ് പോകും. ഇപ്പോ കരച്ചിലായി പിഴിച്ചിലായി. ഇതാ പിന്നെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഇപ്പൊ ലൈവില് എനിക്കിപ്പോ കാണാനേ തോന്നില്ല. ലൈവില് ചുമ്മാ കിടന്ന് മോങ്ങുന്നുണ്ട്. മറ്റാരോ എന്തോ ചെയ്തതുപോലെ, മറ്റാരോ അവളുടെ മേലില് കുറ്റം ചാർത്തിയത് പോലെ. ഇപ്പൊ കുറ്റക്കാരൊക്കെ നമ്മളാണ്. ഈ ചെയ്ത ഇവളൊന്നും ഒരു കുറ്റമേ ചെയ്തിട്ടില്ല. ഗബ്രിയോ ജാസ്മിനെ കുറ്റമേ ചെയ്തിട്ടില്ല. കാണുന്ന നമ്മളും വിമർശിച്ച നമ്മളും ഈ പറഞ്ഞ പ്രേമിച്ച നീയും പ്രണയിച്ച നീയും അവൾക്ക് വേണ്ടി കാത്തിരുന്ന നീയൊക്കെയാണ് ഇപ്പം
ശത്രുക്ക്, നീയൊക്കെയാണ് കുറ്റക്കാർ. അവള് പതിവ്രത, നീയാണ് കുറ്റക്കാരൻ, നീയാണ് ഇതിനെല്ലാത്തിനും കാരണം. ഗബ്രി ഇല്ലാതെ അവൾക്ക് ഒരു ജീവിതമില്ല. നമുക്ക് വീണ്ടും കാണാം. കർത്താവേ ചെയ്യും.